റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 20 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വെറും 20 ദിവസം. 2024 ഏപ്രിലാണ് 6647 പേരുടെ റാങ്ക് പട്ടിക വന്നത്. ഇതുവരെ നിയമന ശുപാർശ നൽകിയത് 2000-ൽ താഴെ പേർക്ക് മാത്രമാണ്. 30% നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. TV പ്രസാദ് തന്നെ നൽകും ഇതിന്റെ വിശദാംശങ്ങൾ. പ്രസാദ്, വനിതകളുടെ കാര്യം ഇപ്പോൾ ഹനീന എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി വിവരിക്കുകയാണ്. ഈ CPO റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് ഇതിനു മുൻപും നമ്മൾ ചർച്ച ചെയ്തു. 30% പോലും നിയമനം നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവസ്ഥ? ഈ 20 ദിവസത്തിനുള്ളിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് പ്രസാദ്? റോഷ്നി, ഇതിൽ പോലീസിലെ നിയമനങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല നമ്മൾ ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. റോഷ്നി പറഞ്ഞതുപോലെ പലതവണ ഈ PSC ഉദ്യോഗാർത്ഥികളുടെ, പ്രത്യേകിച്ച് CPOയും വനിതാ CPOയും നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ സംസ്ഥാനത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ആളില്ലാതെ നിലവിലുള്ള പോലീസുകാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ കാര്യത്തിലുമെല്ലാം ആൾക്ഷാമം അതീവ രൂക്ഷമാണ്. മയക്കുമരുന്നും കൊള്ളയും കൊലപാതകവും എല്ലാം നമ്മുടെ നാട്ടിൽ അനുദിനം സംഭവിക്കുമ്പോഴും പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. എപ്പോഴും വാദോരാതെ മുഖ്യമന്ത്രിയായാലും മറ്റ് CPIM-ന്റെ നേതാക്കളായും പറയുന്നത് പോലീസ് രംഗത്തെ പോലീസ് സേനയെ നമ്മൾ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷേ അത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. ഈ CPO-മാരുടെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ റോഷ്നി, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരനുഭവിച്ച ത്യാഗം. അതിനു മുമ്പും CPO-കാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. അന്ന് സമരം ചെയ്യുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ തവണത്തെ റാങ്ക് പട്ടിക എന്നുള്ളത് അത് 13,947 ആയിരുന്നു. അതിൽ വെറും 30% പേർക്ക് മാത്രമാണ് സർക്കാർ നിയമനം കൊടുത്തത്. അങ്ങനെ നിയമനം കൊടുത്ത സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇനി PSC-യിൽ ഒരു ജംബോ പട്ടിക ഉണ്ടാവില്ല. എത്ര പേർക്കാണോ നമ്മൾ നിയമനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം മാത്രമേ പട്ടിക ഉണ്ടാകൂ. ശരിയാണ്, 13,947 നിന്ന് 2024 ഏപ്രിൽ മാസം, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം പുറത്തു വന്ന CPO-യുടെ റാങ്ക് പട്ടിക 6,647 ചുരുങ്ങി എന്നതാണ്. അതായത് പകുതിയിലും താഴേക്ക് പോയി. പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ വെറും 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിയമന ശുപാർശ കിട്ടിയത് വെറും 2000 പേർക്കാണ് റോഷ്നി. അതായത് 1/3 പേർക്ക് പോലും ഇതുവരെയും CPO ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഗൗരവത്തോടെ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രമസമാധാന രംഗത്ത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സേന വിയർക്കുമ്പോഴാണ് ഇങ്ങനെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ, അതല്ലെങ്കിൽ ആളുകളെ പോലീസ് സേനയിലേക്ക് എടുക്കാതെ ഈ PSC ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കുന്നത്. ഒരുപക്ഷെ CPO-കാരും ഇനിയിപ്പോൾ സമരത്തിൻ്റെ പാതയിലേക്കാണോ എന്ന കാര്യം നമുക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നിലവിലുള്ള ഇക്കൊല്ലത്തെ ലിസ്റ്റ് പ്രകാരം ഈ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുന്ന സമീപനമാണ് സർക്കാരും PSC-യും സ്വീകരിക്കുന്നത്.